മല്ലു ട്രാവലർ വ്ലോഗർ ഷാക്കിർ സുബാനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്നത് പലതവണ. സൗദി വനിതയ്ക്കെതിരായ ലൈംഗികാതിക്രമം എന്ന പരാതിയിൽ നിയമ നടപടി നേരിടുന്നതിനിടയിലാണ് മുൻ ഭാര്യയും ഗുരുതര വെളിപ്പെടുത്തലുമായി റിപ്പോർട്ടറിലൂടെ രംഗത്തെത്തിയത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോപണ വിധേയനായ ഷാക്കിറിനെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സെപ്റ്റംബർ 13 എറണാകുളത്തെ ഹോട്ടലിൽ വെച്ച് സൗദി യുവതിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതായതോടെ എറണാകുളം സെൻട്രൽ പോലീസ് മല്ലു ട്രാവലർ ഷാക്കിർ സുബാനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഈ കേസിൽ നിയമ നടപടികൾ നേരിടുന്നതിനിടയിലാണ് മുൻ ഭാര്യ ഷാക്കിറിനെതിരെ റിപ്പോർട്ടർ ടിവിയിലൂടെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഗർഭിണിയായിരുന്നപ്പോൾ വയറ്റിൽ ചവിട്ടി, ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചു, ക്രൂരമായി ആക്രമിച്ചു. ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. എന്നെ സെക്ഷലി നല്ലപോലെ ഹാരാസ് ചെയ്യുമായിരുന്നു. എൻ്റെ വയറ്റിനെ ചവിട്ടി എനിക്ക് അബോർഷനായി. ഫസ്റ്റായിട്ട് എൻ്റെ 15ാമത്തെ വയസ്സിലാണ് എനിക്ക് അബോർഷൻ ആവുന്നത്. അപ്പോൾ അറിയാലോ ഞാൻ എപ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നുള്ളത്. എൻ്റെ പേരിൽ ഫേക്ക് ഐഡികൾ, എൻ്റെ പേരിൽ തന്നെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ആണുങ്ങളോടോ ചാറ്റ് ചെയ്തിട്ട് ഇവൻ പൈസ വാങ്ങിക്കുമായിരുന്നു. മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളായ യൂട്യൂബർമാരുടെ ചാനലുകളിലൂടെ ഷാക്കിർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയപ്പോഴായിരുന്നു മുൻ ഭാര്യ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. മുൻ ഭാര്യയുടെ പരാതിയിൽ ഷാക്കിറിനെതിരെ തലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഷാക്കിറിന്റെ നാടായ ശ്രീകണ്ഠപുരത്തേക്ക് മാറ്റി. പോലീസുകാർ ഷാക്കിറിന് അനുകൂലമായി നിൽക്കുന്നു എന്ന ആരോപണവും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഷാക്കിറിനെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി.